വെൽക്കം ബാക്ക് ടു വിദ്യാനിധി. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കേരള PSCയുടെ 8/2/2025 നടന്ന 10th 11 കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ സ്റ്റേജ് 4 മാത്സ് പോർഷനാണ്. മാത്സിൻ്റെ സോൾവ്ഡ് സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ മാത്സിൻ്റെ എഡിറ്റ് ചെയ്യുന്നത്. എനിക്കങ്ങനെ വീഡിയോസായിട്ട് എടുക്കാറില്ല. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പം അടുത്ത എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അതിന് അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 81ാമത്തെ ക്വസ്റ്റ്യൻ. 3 × 2 / 2 - 4 + 5 × 2. ഇതിൻ്റെ ആൻസർ, ഇത് ബോഡ് മാസ്, നമ്മുടെ ബോഡ് മാസ് ഉണ്ടല്ലോ, ബോഡ് മാസ് യൂസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ബോഡ് മാസിൽ പി റെപ്രസെൻറ്റേറ്റിന് ബ്രാക്കറ്റ് O ഓഫ് D ഡിവൈഷൻ, M മൾട്ടിപ്ലിക്കേഷൻ, A അഡീഷൻ, S സബ്സ്ട്രാക്ഷൻ. അങ്ങനെയാണ് ബോഡ് മാസ്. ബോഡ് മാസ് എങ്ങനെയാണ്? B ബ്രാക്കറ്റ് O ഓഫ് D ഡിവിഷൻ, M മൾട്ടിപ്ലിക്കേഷൻ, A അഡീഷൻ, S സബ്സ്ട്രാക്ഷൻ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ആദ്യം ചെയ്യേണ്ടത്, എടുത്ത് നോക്കുമ്പോൾ കാണാം, ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനാണ്. അപ്പോൾ 2/2 1, 2/2 1. അപ്പം അടുത്ത സ്റ്റേജ് 3 × 1 - 4 + 10, 3 × 1 - 4 + 10. അപ്പോൾ അടുത്തത് അപ്പോൾ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ഇല്ല, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ 3 × 1 3 - 4 + 10 = 30 - 4 = 9. അപ്പോൾ ആൻസർ വരുന്നത് 9. അടുത്തത് 82ാമത്തെ ക്വസ്റ്റ്യൻ. 2.7 2.7 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? അപ്പം ആൻസർ D ആണ്, 5/7 ആണ്. അപ്പോൾ 2/7 + x, നമുക്ക് എക്സിൻ്റെ വില അറിയത്തില്ല, എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പം നമ്മളത് x ആയിട്ട് എടുക്കും. അപ്പോൾ എത്ര കൂട്ടിയാലാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മളത് x ആയിട്ട് എടുക്കും. അപ്പോൾ 2/7 + x = 1. 2 + x, അപ്പോൾ എക്സിനോട് കൂട്ടിക്കഴിയുമ്പോൾ 1 - 2/7 = നമ്മൾ 7. 1 - 2/7 = 7 - 2/7 = 5/7. നമ്മളപ്പോൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ 7 ഇത് വരുന്നത് കൊണ്ട് 7 വരും. അപ്പം 5/7. അടുത്തത് √0.01 × √0.0025 = എത്രയാണെന്നുള്ളതാണ്. എൻ്റെ ആൻസർ വരുന്നത് 0.005 ആണ്. അപ്പം √0.01 × 0.0025. അപ്പം നമ്മളതിനെ റൂട്ടിൽ നിന്ന് പുറത്തിറക്കും. പുറത്തിറക്കുമ്പോൾ 0.01, റൂട്ടിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ 0.011 ആണ്. അതിനെ ഇൻറ്റു 0.0025, അതിനെ റൂട്ടിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ അത് 0.05 ആവും. അപ്പോൾ = 1 × 0.05 = 0.005 ആൻസർ വരും. അപ്പോൾ റൂട്ടിൽ നിന്ന് നമ്മൾ റൂട്ട് മാറ്റുമ്പോൾ 0.01 എന്നുള്ളത് 1 ആവും. 0.25 അത് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ 84ാമത്തെ. 2 ഒറ്റസംഖ്യകളുടെ ഗുണനഫലം 621 തുക 50 ഓരോ ഒറ്റസംഖ്യയുടെയും തൊട്ടടുത്തുള്ള 2 ഒറ്റസംഖ്യകളുടെ ഗുണനഫലം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ A 621, B 725, C 672, D 722. ആൻസർ B 725 ആണ്.
അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗുണനഫലം 621 തുക 50 രണ്ട് ഒറ്റ സംഖ്യകൾ 23 27 ഇതിൽ ചോദിച്ചേക്കുന്ന രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621 തുക 50 അപ്പോൾ ഗുണനഫലം 621 തുക 50 രണ്ട് ഒറ്റ സംഖ്യകൾ 23 27 അപ്പോൾ തൊട്ടടുത്ത ഒറ്റ സംഖ്യകൾ 25 29 അപ്പോൾ അതുകൊണ്ട് 25 × 29 725 ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 85. 122 × 41 5002 ആയാൽ 1.22 × 41 എത്രയാണെന്നാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 50.02 ആണ്. ഗുണിക്കാൻ അറിയത്തില്ല എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷൻ, ഞാൻ എൻ്റെ ക്ലാസ് വരെ ഇടാവേ. അപ്പോൾ 1.22 × 41 50.02, അതായത് 0.22 ഇത് വരുമ്പോൾ അതിന് 2 സ്ഥാനം ബാക്കിലേക്ക് ഇറക്കി കുത്തിടണം. അതാണ് നമ്മൾ 50.02 ആൻസർ വരുന്നത്. അതായത് 122 × 41 5002 അപ്പം താഴെ 1.22, അപ്പം 5002ൻ്റെ 2 സ്ഥാനം ബാക്കിലേക്ക് നമ്മൾ കുത്തിടണം. അപ്പം 50.02. അടുത്ത ക്വസ്റ്റ്യൻ 5 സംഖ്യകളുടെ ശരാശരി 51 അതിൽ ചെറിയ സംഖ്യ ഏത്? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്, തെറ്റാണ്. തുടർച്ചയായ 5 എണ്ണ സംഖ്യകളുടെ ശരാശരി 51 ആയാൽ ചെറിയ സംഖ്യയാണെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയൂ. അപ്പം തുടർച്ചയായ 5 എണ്ണസംഖ്യകളുടെ ശരാശരി 51 ആയാൽ ചെറിയ സംഖ്യ ആണെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഇതിൽ 49 50 51 52 53 ഇതിൽ ചെറുത് ഏതാണെന്ന് വെച്ചാൽ 49 ആൻസർ. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. അടുത്തത് 87 ക്വസ്റ്റ്യൻ. 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണമുണ്ട്? 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണമുണ്ട്? ആൻസർ ഓപ്ഷൻ എ 9000. അത് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ 5 അക്കമുള്ള എണ്ണസംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് അവസാന സംഖ്യ മൈനസ് ആദ്യ സംഖ്യ ബൈ പൊതുവ്യത്യാസം +1. അവസാന സംഖ്യ മൈനസ് ആദ്യ സംഖ്യ ബൈ പൊതുവ്യത്യാസം +1 ആണ് നമുക്ക് എണ്ണസംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം 5 അക്കമുള്ള എണ്ണസംഖ്യകൾ 9999 മൈനസ് 1000/1 + 1 = 90000. അതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 88. -1/3 -2/9 -4/3 എന്നീ സംഖ്യകളുടെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് -4/3 -1/3 -2/9 ആണ്. -1/3 = 333, -2/9 എന്ന് പറയുന്നത് 222 ആണ്. -4/3 എന്ന് പറയുന്നത് = 1.33 ആണ്. അപ്പം അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. -1/3 = 333, -2/9 222, -4/3 = 1.33. അടുത്ത ക്വസ്റ്റ്യൻ 89. 3 പേന വാങ്ങിയാൽ 1 പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര? ആൻസർ ഓപ്ഷൻ ഡി 25%. അപ്പം നമ്മൾ ഡിസ്കൗണ്ട് ശതമാനം അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷനാണ് സൗജന്യ എണ്ണം × 100/. ആകെ എണ്ണം. സൗജന്യ എണ്ണം × 100/. ആകെ എണ്ണമാണ് ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ. = 1 × 100/4 = 25. = 1 × 100/4 = 25. 1 പേന × 100/4 =
25. അപ്പോൾ സൗജന്യ എണ്ണം ഇൻറ്റു 100 ആകെ എണ്ണം. ആകെ എണ്ണം എത്ര? 3 1 4. അപ്പോൾ 3 1 4. സൗജന്യം കിട്ടിയത് ഒരു പേന. അപ്പോൾ അത് ഇൻറ്റു 100 ബൈ 4 = 25. അടുത്ത ക്വസ്റ്റ്യൻ 90. 3 വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം 30 ഡിഗ്രി, 36 ഡിഗ്രി, 48 ഡിഗ്രി എന്നീ സെക്കൻഡുകളിൽ മാറുന്നു. രാവിലെ 7 മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് എത്ര സമയത്താണ്? ഇത് നമ്മൾ LCM യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. ആൻസർ D 18 മിനിറ്റിന് ശേഷമാണ് ഇവ വീണ്ടും ഒരുമിച്ച് വരുന്നതിന് അവയുടെ LCM വില അതിലായിരിക്കും. അപ്പോൾ LCM കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ LCM ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. 30, 36, 48. അതിൽ 6ൽ 5, 6, 8 തവണ അടങ്ങും. 2ൽ 5, 3, 4 തവണ അടങ്ങും. ഇതെല്ലാം കൂടി കൂട്ടി ഇപ്പം 6 × 2 × 5 × 3 × 4 = 720 സെക്കൻഡ്. 720 സെക്കൻഡ് വന്നു. 720 സെക്കൻഡ് = 12 മിനിറ്റ്. അതാണ് ആൻസർ വരുന്നത്. അടുത്തത് 91. 4/3 ഭാഗം 4 + 2/3 ൻ്റെ വില കണക്കാക്കുക. ഇതിൻ്റെ ആൻസർ 1ആണ്. ഇതും ബോഡ് മാസ്, ഏകദേശം ബോഡ് മാസ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 4/3 ഭാഗം 4 എന്ന് പറയുന്നത് 1/3 ആണ്. പ്ലസ് 2/3 = 4/3 × 1/4 + 2/3. അപ്പോൾ പിന്നെ = 1/3 + 2/3 = 3/3 = 1. അടുത്ത ക്വസ്റ്റ്യൻ 92. മയൂഖ ഒരു വരിയിൽ പിന്നിൽ നിന്നും 15-മതും മുന്നിൽ നിന്നും 16-മതും നിൽക്കുന്നു എങ്കിൽ ഈ വരിയിൽ എത്ര പേരുണ്ട്? ആൻസർ 30. ആകെ എണ്ണം രണ്ട് വശത്തു നിന്നുമുള്ള സ്ഥലങ്ങളുടെ തുക -1. ആകെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് രണ്ട് വശത്തു നിന്നുമുള്ള സ്ഥലങ്ങളുടെ തുക -1. അപ്പോൾ രണ്ട് വശത്തു നിന്ന് വരുന്നത് എന്ന് പറഞ്ഞാൽ 15 + 16 - 1 = 30. ഇത് ഈസിയാണ്, നമുക്ക് തന്നെയാണെങ്കിലും കണ്ടുപിടിക്കാം. ഇക്വേഷൻ്റെ ആവശ്യമില്ല, അല്ലാതെ ലോജിക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എന്നാലും ഇത് ഓർത്ത് വെക്കുന്നില്ല. ആകെ എണ്ണം = രണ്ട് വശത്തു നിന്നുള്ള സ്ഥലങ്ങളുടെ തുക -1 അപ്പം 15 + 16 - 1 30. അടുത്ത 93. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 4, 10, 28, 82. അടുത്തത് 244 ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടോ, 10ലും 4, 10ൽ നിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. ആ കിട്ടുന്ന തുക × 3, ആ കിട്ടുന്ന തുക × 3 ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ശ്രേണി. അതായത് 10ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ നമുക്ക് 6 കിട്ടും. അപ്പോൾ 6 × 3 18 കിട്ടും. അതിൽ നിന്ന് 28 ആ കിട്ടുന്ന തുകയെ 18 × 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 54 കിട്ടും. ആ കിട്ടുന്നതിനെ × 3 ചെയ്യുമ്പോൾ 244 കിട്ടും. അതാണ് ആൻസർ, 244. ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏത്? ആൻസർ C ആണ്. സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്, വീട്ട് നമ്പർ. ഇതാണ് ശരിയായ ആൻസർ. ഓസ്കാർ സിനിമ. അപ്പോൾ ബുക്കർ എന്തിനാണ് കിട്ടുന്നത്? ബുക്കർ സാഹിത്യത്തിനാണ് കിട്ടുന്നത്. സാഹിത്യത്തിന് ഓസ്കാർ, സിനിമ, ബുക്കർ, സാഹിത്യം.
ഓസ്കാർ സിനിമയ്ക്ക് നൽകുന്ന അവാർഡാണെങ്കിൽ ബുക്ക് സാഹിത്യത്തിന് നൽകുന്നു. ഓസ്കാർ സിനിമയ്ക്ക് ഓസ്കാർ നൽകുന്നത് പോലെയാണ് ബുക്കർ സാഹിത്യത്തിന് നൽകുന്നത്. പത്തിൻ്റെ സ്ക്വയർ 100 ആകുമ്പോൾ 100ൻ്റെ സ്ക്വയർ 1000. ഇതാണ് ആൻസർ വരുന്നത്. 10ൻ്റെ സ്ക്വയർ 100 ആകുമ്പോൾ 100ൻ്റെ സ്ക്വയർ ഇത് റേറ്റ്സ് ടു 10⁻² = 100. 100⁻² എന്ന് പറയുന്നത് 1000. 10ൻ്റെ വർഗ്ഗം 100 ആകുമ്പോൾ അതുകൊണ്ട് 100ൻ്റെ വർഗ്ഗം വരുമ്പോൾ 1000. ഇതാണ് ആൻസർ. വ്യത്യസ്തമായത് ഏത്? എ ചതുരം, ബി ത്രികോണം, സി സമാന്തരികം, ഡി ലംബകം. വ്യത്യസ്തമായ ഏതാ? ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാവോ? അതിൽ വ്യത്യസ്തമായ ഏതാ? ഓപ്ഷൻ ബി ത്രികോണമാണല്ലേ. കാരണം എന്നാ? ബാക്കി 3 4 വശങ്ങളുണ്ട്. ബാക്കി മറ്റുള്ളവയ്ക്കെല്ലാം 4 വശങ്ങളുണ്ട്. ചതുരംഗത്തിനും ലംബകത്തിനും സമാന്തരികത്തിനും ഒക്കെ 4 വശങ്ങളുണ്ട്. ത്രികോണത്തിന് മാത്രം 3 വശമുള്ളല്ലേ. അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 98ാമത്തെ. ഈ ശ്രേണിയിൽ അടുത്തത് വരുന്നതിനാ? ഈ ശ്രേണിയിൽ അടുത്തത് വരുന്നത് IRH ആണ്. CXB, EVD, GTF. അപ്പോൾ അടുത്തത് IRH. സി ഇതെങ്ങനെയാ? CDEFGE. അത് ഇ, അത് കഴിഞ്ഞ് ജി, അത് കഴിഞ്ഞ് ഐ. അപ്പോൾ ഐ. അപ്പോൾ എങ്ങനെയാ? സി കഴിഞ്ഞ് ഇ വരും. CDE. അപ്പം ഇ കഴിഞ്ഞ് FG. ഇപ്പോൾ 2 കഴിഞ്ഞ് ജി വരും. HI. അപ്പോൾ അതുകൊണ്ട് ഐ വരുന്നു. അതേപോലെ XUV V ഇത് അത് കഴിഞ്ഞ് 6 വരും. അങ്ങനെ അതാണ് അതിൻ്റെ ശ്രേണി വരുന്നത്. അടുത്ത 100ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നതും ബോട്ട് മാസ് ആണ്. ബോട്ട് മാസിൽ ആദ്യം ബി റെപ്രസെൻ്റ് ചെയ്യുന്നത് ബ്രാക്കറ്റിൽ ചെയ്യാനാണ്. അപ്പം ആദ്യം നമ്മൾ ബ്രാക്കറ്റിൽ ചെയ്യണം. അതായത് 22.36 പ്ലസ് 27/0.64 മൈനസ് 36.57 പ്ലസ് 3.43 ചെയ്യണം. അത് നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് പുറത്തിറക്കണം. അതിന് ശേഷമേ അടുത്ത ഘട്ടം ചെയ്യാവുള്ളൂ. അപ്പം അത് രണ്ടും ചെയ്ത് കഴിയുമ്പോൾ 7.5 ഇൻറ്റു 5 50.40 വരും. അപ്പോൾ അതിനകത്ത് 2 ബ്രാക്കറ്റ് ഉണ്ട്. വീണ്ടും ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ വീണ്ടും 50.40 ബ്രാക്കറ്റ് ചെയ്യണം. 50.40 ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് 10 വരും. അപ്പോൾ 7.5 ഇൻറ്റു 10 വരുമ്പോൾ ആൻസർ 75 വരും. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ 8/2/2025 നടന്ന 10th ലെവൽ കോമൺ പ്രിലിമിനറിയിലെ ആദ്യ 100 ക്വസ്റ്റ്യൻസ് മൊത്തം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഓഡിയൻസ് കുറവാണ്. ആരും കാണുന്നുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം. അപ്പം അടുത്ത വീഡിയോ ആയി കാണാം. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് SCRT ആണ് ഇടുന്നത്. ഇതിനെക്കുറിച്ച് SCRT ഇട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.